നമസ്കാരം. അവസാനം രാഹുൽ മാങ്കൂട്ടം വാതുറന്നു. അതിജീവിതമാർ നെട്ടോട്ടത്തിലുമായി. കൂടപ്പിറപ്പുകളെപ്പോലെ കരുതിയവർ, പിന്നിൽ നിന്ന് കുത്തിയവർ, അവർക്കൊക്കെ ഇനി എന്തു സംഭവിക്കും? ഇതുവരെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ ഏറ്റവും വലിയ പരാജയം രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവിച്ചതും പൊതുസമൂഹത്തോട് തുറന്നു പറച്ചിൽ നടത്താത്തിടത്താണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. അതിനകത്ത് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്നാണ്, അല്ലെങ്കിൽ നടന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. മാത്രമല്ല, ഈ കേസിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് കൂടി പറഞ്ഞു. പാർട്ടിക്ക് പുറത്തു നിന്നുമാണ് ഗൂഢാലോചന നടന്നുവെന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണം. തനിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് രാഹുൽ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. 24 ന്യൂസ് ചാനലിന് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ രാഹുൽ തന്റെ ഭാഗം വളരെ കൃത്യമായി വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നു. തനിക്കെതിരായ കേസിലെ അതിജീവിതമാർ മുഴുവൻ ചാറ്റുകളും ഫോൺ റെക്കോർഡുകളും പുറത്തുവിടണമെന്നാണ് രാഹുലിന്റെ ആവശ്യം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അപൂർണമായ ചാറ്റുകളാണ് എന്നും താൻ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തുവെന്ന ആരോപണം ശരിയല്ല എന്നും മൂന്നാം പരാതിക്കാരിയോട് ഫ്ളാറ്റ് വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും സംസാരിച്ചത് സ്വയം ഫ്ളാറ്റ് വാങ്ങുന്ന കാര്യം മാത്രമാണ് എന്നും രാഹുൽ പറഞ്ഞു. മാത്രമല്ല, ചെരുപ്പ് നൽകി എന്നത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്നുകൂടി ആ അഭിമുഖത്തിൽ രാഹുൽ പറഞ്ഞു വെക്കും. താൻ എങ്ങോട്ടും പോകില്ല എന്നും താൻ പറയുന്നത് അല്ലെങ്കിൽ തുറന്നു പറയുവാനാണ് പോകുന്നത് എന്നും അതിനായിട്ട് കോടതി ഇടപെടലുകൾ നടത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. മാധ്യമങ്ങളെ കൺവിൻസ് ആകുന്ന വിധത്തിൽ കാര്യങ്ങൾ തുറന്നു പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് രാഹുലിന്റെ വാദം. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ മറുപടി പറയുന്നതിൽ പരിമിതികൾ ഉണ്ട് എന്ന് തന്നെയാണ് ആ അഭിമുഖത്തിൽ നമുക്ക് രാഹുൽ പറയുമ്പോൾ വ്യക്തമാകുന്നത്. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയപ്പോൾ താൻ തകർന്നു പോയി എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വികാരാധീനനായി സംസാരിക്കുന്നുണ്ട്. പാർട്ടി നൽകിയത് വലിയ ശിക്ഷയാണ് എന്നും തന്റെ ഭാഗം കേൾക്കാത്തത് വിഷമമായി എന്നും കൂടി രാഹുൽ പറഞ്ഞു വെക്കുന്നു. പാലക്കാട് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് എന്നും പാർട്ടിയുടെ തീരുമാനം എന്തു തന്നെയായാലും തനിക്ക് ജീവശ്വാസം ഉള്ളിടത്തോളം അതനുസരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയപ്പെടുന്ന രാഹുലിനെ നമുക്ക് ആ അഭിമുഖത്തിൽ കാണാൻ കഴിയും. തന്റെ ആ ബോധ്യത്തിൽ നിന്നാണ് തീരുമാനമെടുത്തത് എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹവുമായിട്ട് അവസരം കിട്ടിയാൽ സംസാരിക്കുമെന്ന് പറഞ്ഞു നിർത്താനാണ് രാഹുൽ ശ്രമിച്ചത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ അയോഗ്യതാ പരാതി, ആ അയോഗ്യതാ പരാതി പരിശോധിക്കുവാൻ, അല്ലെങ്കിൽ അത് പരിശോധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ നിയമസഭാ എത്തിക്സ് പ്രിവിലേജ് കമ്മിറ്റി ഒരുങ്ങുകയാണ്. കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് കഴിഞ്ഞ ദിവസം ചേർന്നത്. DK മുരളി MLA-യുടെ പരാതി പരിശോധിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വിശദീകരണം തേടുകയാണ്. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കും. തുടർന്ന് റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കും. നിയമസഭയാകും റിപ്പോർട്ടിലെ ശുപാർശയിൽ അന്തിമ തീരുമാനം അല്ലെങ്കിൽ അന്തിമ നടപടി സ്വീകരിക്കുക. അപ്പോൾ ഇനി എന്ത് ഭാവി എന്ന് ചിന്തിക്കുമ്പോഴും രാഹുൽ വാ തുറന്ന് തന്റെ ഭാഗം വളരെ കൃത്യമായി പറഞ്ഞാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് രാഹുൽ തീരുമാനിച്ചെടുത്താണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു അഭിമുഖം ഒരു ന്യൂസ് ചാനലിന് നൽകിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തും സംഭവിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാലം കാത്തുവച്ചിരിക്കുന്ന ഒരു കാവ്യനീതി അതുണ്ടാകും. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കുക എന്നുള്ളതാണ്. അതല്ല, ഇങ്ങനെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഒരു വ്യക്തിയെ തേജോവധം ചെയ്തത് എങ്കിൽ ഉയർച്ചയുടെ കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തള്ളിമാറ്റിക്കൊണ്ട് ഉയരത്തിലേക്ക് നടന്നു കയറുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിലും തർക്കമുണ്ടാകില്ല. ഇവിടെ നെട്ടോട്ടത്തിൽ ഓടുന്നത് അതിജീവിതമാരായിരിക്കും. അവരുടെ കൂടെ പോകുവാനായിട്ട് ഈ ഗൂഢാലോചനക്കാരും മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരും കൂടാതെ പിന്നിൽ നിന്ന് കുത്തിയ കൂടപ്പിറപ്പുകളെ പോലുള്ളവന്മാരും അത്തരത്തിലുള്ള നെട്ടോട്ടത്തിൽ പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് രാഹുൽ വാ തുറക്കണം. കോടതിയുടെ അനുമതിയോടുകൂടി, കോടതി ഇപ്പോൾ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ അന്തിമ വിധിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അതിനുശേഷം വളരെ കൃത്യമായിട്ട് തനിക്കെതിരെ ആരൊക്കെ ഗൂഢാലോചന നടത്തുന്നുണ്ടോ അവർക്കെതിരെ തുറന്നു പറഞ്ഞ് തന്റെ ഭാഗം ന്യായീകരിക്കലല്ല, തന്റെ ഭാഗം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വച്ചു കൊടുക്കുക, വരച്ചു കാട്ടുക. അതിൽ നിന്ന് തീരുമാനിക്കട്ടെ നിങ്ങൾ തെറ്റാണോ നിങ്ങൾ ശരിയാണോ എന്നുള്ളത്. നിങ്ങൾ പറയുന്ന ഒരേ ഒരു കാര്യം, രാഹുൽ പറയുന്ന ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതായത്
താൻ നിയമപരമായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ നിയമസംഹിതയെ മാനിച്ചുകൊണ്ടല്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളത്, ഒരാളുടെയും കൺസെന്റ് ഇല്ലാതെ അവരുടെ ശരീരത്തെ തൊട്ടിട്ടില്ല എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇവരെയാണ് ഞാൻ പറഞ്ഞത്. കൂടെ നിന്ന് പിന്നിൽ നിന്നും കുത്തിയവർ കൂടപ്പിറപ്പുകളെ പോലെ കരുതിയവരാണ് എന്ന് വളരെ കൃത്യമായി പറയുവാൻ തന്നെയാണ് രാഹുൽ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ചില മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരും കൂടെ ഉണ്ടായിരുന്നു ഗൂഢാലോചനക്കാരായിട്ട്. ഒപ്പം അതിജീവിതമാരെന്ന് പറയപ്പെടുന്നവരെ പോലും അത്തരത്തിൽ ദുരുപയോഗം ചെയ്തവരുണ്ട്, ഗൂഢാലോചനക്കാരിൽ. അത്തരത്തിലെ ഗൂഢാലോചനക്കാർ അത് ആരൊക്കെയാണെങ്കിലും, അവർ രാഷ്ട്രീയക്കാരാവട്ടെ, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മാധ്യമ മേഖലയിലെ റിപ്പോർട്ടർമാരടക്കമുള്ളവരാവട്ടെ, ആരാണെങ്കിലും ഇതിനു വേണ്ടി അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, കൂടാതെ ഇദ്ദേഹത്തിന്റെ കൂടെ പാർട്ടിയിൽ പ്രവർത്തിച്ചവരുണ്ട്, കൂടെ നിന്ന് കൂട്ടുകാരെന്ന് പറഞ്ഞവരുണ്ട്, കൂടപ്പറപ്പുകൾ എന്ന് പറഞ്ഞ് കൂടെ അദ്ദേഹത്തിന്റെ തോൾ കൈയിട്ട് നടന്നവരുണ്ട്. അങ്ങനെയുള്ളവർ അടക്കം പിന്നിൽ നിന്ന് കുത്തിയവരാണ്. ഇത് മാത്രമോ, സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെട്ടവർ, കുടുംബത്തെ പോലും, അവരുടെ വേദന പോലും നോക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുടുംബത്തിനെ താറടിച്ചു കാണിച്ചവർ, അങ്ങനെ പലതരത്തിലുള്ളവർ. പക്ഷെ കാലം അവർക്കൊക്കെ മാപ്പ് നൽകുമോ, അതോ രാഹുൽ തെറ്റ് ചെയ്യാത്തവനാണോ എന്നൊക്കെ കോടതി പറയട്ടെ. അതിനുശേഷം ജനങ്ങൾ തീരുമാനിക്കുക രാഹുൽ മാങ്കൂട്ടം ഇനിയും പാലക്കാട് ജനപ്രതിനിധിയാകണമോ വേണ്ടയോ.